ഒരു മാസം കൊണ്ട് തന്നെ സ്വന്തം പാർട്ടിക്കാർ തന്നെ പറഞ്ഞു തുടങ്ങി നമുക്ക് ഭരണം കിട്ടണ്ടായിരുന്നുവെന്ന്. സ്വന്തം പാർട്ടിയിലെ ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങി എങ്ങോട്ടേക്കാണ് ഈ ഭരണം കൊണ്ടുപോകുന്നതെന്ന്. പല കോൺഗ്രസ്സുകാരും പറഞ്ഞു തുടങ്ങി സത്യത്തിൽ ആരാണ് കേരളം ഭരിക്കുന്നത്, RSSO BJP എന്ന്. പല കോൺഗ്രസ്സുകാരും പറഞ്ഞു തുടങ്ങി അല്ല ഈ കണക്കിനാണ് പോക്കെങ്കിൽ ഇനി കോൺഗ്രസ് ഈ 5 വർഷത്തിന് മുന്നേ തന്നെ ഇവിടെ എങ്ങനെ മൊത്തത്തിൽ തീരുമാനമാകുമെന്ന്. എങ്ങനെ പറയാതിരിക്കും? നമ്മുടെ VD സതീശന്റെ ഭരണം അത്തരത്തിലാണല്ലോ. ഒരു മാസം കൊണ്ട് തന്നെ ഇവിടെ നേട്ടം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നേട്ടം BJPക്ക് മാത്രമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ നേട്ടമില്ല, കോട്ടങ്ങൾ മാത്രമാണ്. അതായത് പറഞ്ഞതിന് മുഴുവൻ വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എത്ര മണിക്കൂറാണ് കറണ്ട് പോകുന്നത്? പവർ കട്ട് എന്തായിരുന്നു അമ്മ എന്ന് ചോദിച്ചിരുന്ന കുട്ടികളൊക്കെ അമ്മ ആ പവർ കട്ട് എന്ന് പറഞ്ഞ സാധനം ഇതായിരുന്നല്ലേ എന്ന് ചോദിച്ചു തുടങ്ങി. പലരും രാത്രിയായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ കട്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ തുടങ്ങിയിരിക്കുകയാണ്, പഠിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് VD സതീശനെ സർക്കാർ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു. എന്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിനും മറുപടിയില്ല. മാത്രമല്ല ഈ പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയോട് കൂറുള്ള പല ആളുകളും ഒക്കെ പ്രതികരിക്കുമേ. അപ്പോ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ നോക്കി വരാം. ഇപ്പൊ ജിൻഡോ ജോൺ ആണ് ആകെ വലിയ തലവേദനയായിട്ട് കോൺഗ്രസ് മാറിയിട്ടുള്ളത്. എന്ത് VD സതീശൻ പണി ഒപ്പിച്ചാലും അപ്പോ എങ്ങനെ നമ്മുടെ ജിൻഡോ ജോൺ ഒരു പ്രതികരണം രേഖപ്പെടുത്തും. മൂപ്പര് KC-യുടെ ആളാണെന്നോ RC-യുടെ ആളാണെന്നോ ഒക്കെ പറയുന്ന കുറെ ആളുകളുണ്ട്. എന്തോ ആവട്ടെ, പക്ഷേ അയാൾ കോൺഗ്രസ്സുകാരനാണല്ലോ. ഇപ്പൊ മൂപ്പര് ഇന്നൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ഈ സർക്കാർ ശ്രമം നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണല്ലോ. നോക്കുമ്പോൾ ശരിയാണ്, അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ച് കാണുന്നില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മല മറയ്ക്കൂ എന്നൊക്കെ പറഞ്ഞൊരു സർക്കാരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. എന്നിട്ട് മല മറയ്ക്കുന്നുള്ളൂ നോക്കുമ്പോൾ അജിത് കുമാറിനെ മറയ്ക്കുന്നില്ലെന്നേ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ജിൻഡോ ഇട്ടിട്ടുള്ള ഫേസ്ബുക്കിലെ പോസ്റ്റിന്റെ ഒരു പ്രസക്ത ഭാഗം ഞാൻ വായിക്കാം കേട്ടോ. ഇങ്ങനെയാണ് ജിൻഡോ പറയുന്നത്: നിർബന്ധമായി നിയമോപദേശ പ്രകാരം ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചു തന്നെ വേണം സർക്കാർ തീരുമാനം. എന്നാലും സാധാരണക്കാർക്ക് സംശയം ഉളവാക്കും വിധം ആ ഫയൽ അട്ടത്ത് വെച്ചുകൊണ്ടുള്ള 3 ആഴ്ച കാലത്തെ DGP ആപ്പീസിന്റെ മെല്ലെപ്പോക്ക് ചൂണ്ടിക്കാണിച്ച മാധ്യമ വിചാരണകൾ കാണുമ്പോൾ സങ്കടം തോന്നുന്നു. സാധാരണ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും എതിർപക്ഷത്തുള്ളവർ നിരന്തരം ഉയർത്തുന്ന കുത്തുവാക്കുകൾക്കും മറുപടി കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ജിൻഡോ പറയുകയാണ്, അതായത് ആരാണ് സത്യത്തിൽ ഭരിക്കുന്നത് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. പരോക്ഷമായിട്ട് വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ജിൻഡോ ജോൺ ഉന്നയിക്കുന്നത്. വലിയൊരു പോസ്റ്റാണ് കേട്ടോ. ആ പോസ്റ്റിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സർക്കാർ പൂർണ്ണ പരാജയമാണ്. ഈ സർക്കാരിനെ കൊണ്ട് സംഘപരിവാറിനെതിരെ അല്ലെ സംഘപരിവാറിനെ ചൂട്ടുപിടിച്ച് ആർക്കെതിരെയും ഒരു നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശേഷം നിഖിൽ പൈലി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റിന്റെ ഒരു ഭാഗം കാണാൻ കേട്ടോ. സർക്കാരിന് തെറ്റുപറ്റിയാൽ അത് തിരുത്തിക്കാൻ ആണ് അണികൾ. ആ അണികൾ ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടിയുള്ളൂ. അല്ലാതെ നേതാക്കൾ മാത്രം വെള്ള ഷർട്ട് ഇട്ട് നടന്നാൽ പാർട്ടി ഉണ്ടാകില്ല, പാർട്ടി വളരില്ല. 10 വർഷങ്ങൾ LDF സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചവർ 1960-ൽ KSU ആയിരുന്നെന്ന് പറഞ്ഞു വന്നാൽ സ്ഥാനങ്ങൾ കൊടുക്കാൻ പറ്റില്ല. UDF-ൽ അണികളെ ഉള്ളൂ, അടിമകളില്ലെന്ന് ഓർത്താൽ നല്ലത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും പല രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. KSU നേതാക്കൾ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഈ ഗവൺമെന്റ് പ്ലീഡർ നിയമനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ നിരവധി ആളുകൾ പല വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. പല സ്ത്രീകൾക്കെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള മോശമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഷാജനെ പോലുള്ള ആളുകളൊക്കെ ആയിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നു. അങ്ങനെ മൊത്തത്തില് ആകെ ഈ സർക്കാരിനെ മടുത്തിരിക്കുന്നു സ്വന്തം അണികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും എന്നുള്ളതാണ്. പിന്നെ ജനങ്ങൾക്കും മടുക്കാതിരിക്കും. ജനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന്, ഞങ്ങളെ പറ്റിച്ചു എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾ കഴിഞ്ഞ 10 വർഷം ഒരു സ്വർഗത്തിലായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് ഇപ്പോ ഏറെക്കുറെയൊക്കെ മനസ്സിലായിരിക്കുന്നു. ഇപ്പോൾ ഈ നരകത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ പിണറായി കാലഘട്ടവും പിണറായിസവും ഒക്കെ ഒരു സ്വർഗമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അവർ കുംഭസാരം നടത്തുകയാണ്. ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറയുകയാണ്. പിണറായിക്കെതിരെ സംസാരിച്ചവർ പിണറായിക്ക് അനുകൂലമായി സംസാരിക്കുന്ന കാഴ്ച നമ്മൾ പലയിടങ്ങളിലും കാണുകയാണ്. സ്വകാര്യ ബസ് ഉടമകൾ നമ്മുടെ ഗണേഷ് കുമാർ തോറ്റപ്പോ പടക്കം പൊട്ടിച്ച് പായസം വിതരണം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലേ. അതുപോലെ തന്നെ LDF സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടല്ലേ. ഇവരൊക്കെ ഇപ്പൊ കരയുകയാണ്. എന്താണ്, ഈ സർക്കാരിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. ബഡ്ജറ്റിൽ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വിസ്മയം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ ഞെട്ടും എന്നായിരുന്നല്ലോ സർക്കാർ ഉദ്യോഗസ്ഥരോട് VD സതീശൻ പറഞ്ഞത്. ബഡ്ജറ്റ് അവതരണമൊക്കെ കഴിഞ്ഞു, ഒരു വിസ്മയവും ആരും കണ്ടില്ല. മാത്രവുമല്ല സ്വകാര്യ ബസ് ഉടമകളുടെ അവസ്ഥ എന്താണ്?
പൂട്ടിക്കെട്ടലിന്റെ വക്കീലല്ലേ, പലരും സർവീസ് നിർത്തിയിരിക്കുന്നു, അവരൊക്കെ പിച്ചച്ചട്ടി എടുത്തിരിക്കുന്നു. അപ്പോഴും ഈ സർക്കാർ നോക്കി പൂക്കി ചിരിയിലാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയുടെയൊക്കെ അവസ്ഥ എന്താണ്? നിപ്പയും കോവിഡും ഒക്കെ നമ്മൾ അതിജീവിച്ചു അല്ലെ, വളരെ ഈസി ആയിട്ട് അതിജീവിക്കുമ്പോഴും ജനങ്ങളൊക്കെ ഇതൊക്കെ വളരെ സിമ്പിൾ ആണെന്ന് കരുതി. പക്ഷെ ഇതൊന്നും സിമ്പിൾ ആയിരുന്നില്ല. പക്ഷെ ഇതൊക്കെ സിമ്പിൾ ആണ് എന്ന ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകാൻ കാരണം അത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നിപ്പ വന്നു അല്ലെ, നിപ്പ വന്ന ശേഷം, ഷിഗല്ല വന്ന ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ന്യായീകരിച്ച് മെഴുകുകയാണ്. എന്തിനെ പറ്റി ചോദ്യം ചോദിച്ചാലും ഒരു ചുക്കും അറിയില്ല, ഒരു ചുണ്ണാമ്പും അറിയില്ല. എണ്ണം ഘട്ടവും ഭരിച്ചിട്ടുണ്ടെങ്കിൽ നാട് മുടിയും എന്ന് പറഞ്ഞ ഈ കെ മുരളീധരനെ നോക്കിയിട്ട് ഇപ്പോ ജനങ്ങൾ പറയുന്നത് ഇപ്പോഴാണ് അത് പ്രാവർത്തികമായത്, ശരിയായത് എന്ന് പറയുന്ന കാഴ്ചയെ നമ്മൾ കാണുകയാണ്. ആരോഗ്യരംഗം എന്ന് പറയുന്നത്, കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ LDF സർക്കാർ ഭരിക്കുമ്പോൾ ഒന്നാമതായിരുന്നു. എന്തിന് പല രാജ്യങ്ങൾ പോലും കേരളത്തിന്റെ മാതൃക കണ്ടിട്ട് നമ്മളെ എത്രയോ തവണ അഭിനന്ദിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് കാണാൻ സാധിക്കുന്നത്? വെന്റിലേറ്ററിലല്ലേ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. പലയിടങ്ങളിലും രോഗികൾക്ക് കിടക്കാനായിട്ട് എന്താ പറയാ, കട്ടിൽ പോലും ഇല്ലാത്ത അവസ്ഥ. പലരും നിലത്താണ് കിടക്കുന്നത്. ഇപ്പൊ കളമശ്ശേരി മെഡിക്കൽ കോളേജിലൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുകയാണ്. നിരവധി ആളുകൾ നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു പറയുകയാണ്, ഒരു രക്ഷയിൽ എന്തെങ്കിലുമൊക്കെ ഇടപെടൽ നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അതായത് ആർക്കും ഒരു രീതിയിലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണ്. PM ശ്രീ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ PM ശ്രീ നടപ്പിലാക്കാൻ നടക്കുകയാണ്. അതായത് ഗാന്ധി എങ്ങനെയാണ് മരിച്ചതെന്ന് പിള്ളേര് പഠിക്കേണ്ട, ഗാന്ധിയെ വെടിവെച്ചു വന്നത് ഗോഡ്സെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോഡ്സെ ആരാണ്, ഗോഡ്സെ RSS ആരാണെന്ന് പിള്ളേര് പഠിക്കേണ്ടി വരും. അങ്ങനെ പഠിക്കേണ്ടി വരുമ്പോൾ RSS എന്താണെന്നും സംഘപരിവാർ എന്താണെന്നും BJP എന്താണെന്നും പഠിക്കേണ്ടി വരും. അപ്പോൾ അത് BJPക്ക് ക്ഷീണം ചെയ്യും. അതുകൊണ്ട് അതൊന്നും പഠിക്കേണ്ട, അത് നിലപാട് സ്വീകരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ വന്ന ശേഷം കോർപ്പറേറ്റുകൾക്ക് ഗുണമാണ് കേട്ടോ. അതായത് അറിയാലോ, വിഴിഞ്ഞം പോർട്ടിലൊക്കെ ഇത് അദാനി തങ്ങളുടെ ഷെയറിന്റെ 49% MSC എന്ന് പറഞ്ഞ കമ്പനിക്ക് വിറ്റഴിച്ചിരിക്കുന്നു. ഇതൊന്നും അറിഞ്ഞിട്ടില്ല നമ്മുടെ ഈ പറയുന്ന സർക്കാർ എന്നുള്ളതാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ, ഈ കോർപ്പറേറ്റുകളെ സുഖിപ്പിച്ചുകൊണ്ട് ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നയത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടി എന്തായാലും ഈ സതീശൻ സർക്കാർ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പെട്രോൾ ഡീസലിന് വില വർദ്ധിക്കുമ്പോഴും കേരളത്തിന്റെ ടാക്സ് പോലും കുറയ്ക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ കുറയ്ക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് കുറയ്ക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ ജനക്ഷേമ പദ്ധതികളും നിർത്തലാക്കിയിരിക്കുന്നു. എല്ലാ ജനങ്ങളും ആകെ പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെ ഒരു മാസം കഴിയുമ്പോഴാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതായത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഈ 5 വർഷം ഈ ദുരിതം പിടിച്ച ഈ ഒരു നരകത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങേണ്ടി വരും. അതായത് മൊത്തം കടമാണ്, മൊത്തം പ്രശ്നമാണ് എന്ന് തന്നെയാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പിണറായി വിജയൻ ഇവിടെ മൊത്തം പ്രശ്നമാണ്, മൊത്തം കടമാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടോ? ഇല്ല. ഇവിടെ മുഴുവൻ കടമാണ്, ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ പിടിച്ചു വാങ്ങിയതല്ലേ ഈ ഭരണം. എന്നിട്ട് ഈ അധികാരത്തിലെത്തിയ ശേഷം ഇവിടെ മുഴുവൻ കടമാണ്, ഇവിടെ മുഴുവൻ കടമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടുത്തെ ന്യായമാണ്? അങ്ങനെ പറയാൻ വേണ്ടിയാണോ ജനങ്ങൾ നിങ്ങളെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയത്? എന്തായാലും ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ജനങ്ങളെ ഇത്തരത്തിൽ പൊറുതി മുട്ടിച്ചുകൊണ്ട്, ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി വിമർശനങ്ങൾ ഉണ്ടാകുമെന്നേ. ഇപ്പോ കോൺഗ്രസിന്റെ അകത്തുള്ള ആളുകൾ പോലും ഇത്തരത്തിലുള്ള എതിർശബ്ദം ഉയർത്തുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി എന്ന നിലയിൽ പൂർണ്ണ പരാജയമാണ് VD സതീശൻ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ സംസ്ഥാനത്തെ ഒരു രീതിയിലും മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. എന്തിനെ പറ്റി ചോദിച്ചാലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിനപ്പുറത്തേക്ക് വ്യക്തമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ? ഒരു സത്യം എന്ന രീതിയിൽ കുറെ നുണകൾ പറയാൻ കഴിയുന്നുണ്ട്. ഒരു നുണയെ സത്യം എന്ന രീതിയിൽ അദ്ദേഹത്തിന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ കുറെ ന്യായീകരണങ്ങൾ ഇറക്കാൻ കഴിയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് ഗുണമാണുള്ളത്? കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രി എന്ന് തന്നെ ഈ പറയുന്ന VD സതീശനെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ പറയേണ്ടി വരുന്നത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള, ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പെർഫോമൻസ് ഒട്ടും കാഴ്ചവെക്കാൻ കഴിയാത്ത ഇദ്ദേഹത്തെയൊക്കെ മാറ്റി അല്ല KC വേണുഗോപാലിനെയോ അങ്ങനെ പണിയാവുന്ന ആരെങ്കിലുമൊക്കെ പണി ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോയാൽ ഈ കപ്പൽ ഇദ്ദേഹം ചവിട്ടി താഴ്ത്തും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവരുടെ പാർട്ടി മാത്രമല്ല നശിക്കുക, കേരളവും നശിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.